എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഞാനിവിടെ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് PSC ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും എല്ലാം കൂടെ ചേർത്തിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതാവുമ്പോൾ എക്സാമിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മ വരും ആൻസേഴ്സ്. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യഗുളികകൾ അഥവാ ധാന്യപന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക. മാജിയാറുകൾ എവിടത്തെ ജനതയാണ്? ഹംഗറി. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന യോഗക്ഷേമ സഭ. മാടമ്പ് കുഞ്ഞുകുട്ടന്റെ യഥാർത്ഥ പേര് പി. ശങ്കരൻ നമ്പൂതിരി. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു. ഭഗവാൻ കാൾ മാർക്സ് പ്രസംഗം നടത്തിയത് ആരാണ്? സി. കേശവൻ. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി? കുമാരനാശാൻ. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ട വർഷം 1828. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡ ലവ്ലേസ്. ഇന്ത്യയിൽ കാണുന്ന മാൻവർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ. മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം 64. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നതെവിടെ? നാസിക്. ഘാനയിലെ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? ക്വാമി എൻക്രൂമ. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം 3840. രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? കനിഷ്കൻ. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരി. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബി. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ്. ഉറൂബിന്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിൽ? AD 1663. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ. ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് സീറീസ്. ലിത്താർച്ച് ഏതിന്റെ അയിരാണ്? കറുത്തീയം. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? മാക്സ് മുള്ളർ. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ട്. ഒങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്കിത്ത്. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.609. ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയ. തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി.
ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ആംഫോടെറിക്. വഡോദരയുടെ പഴയ പേര് ബറോഡ. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ബെനിറ്റോ മുസോളിനി. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ല്യൂവൻ ഹോക്ക്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിൽ. ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തിയാണ് ഹുമയൂൺ. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം പോളണ്ട്. ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കിണി. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത റസിയ ബീഗം. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രീസ്. പാമ്പ് കടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലിപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവം മാതൃദേവത. ലോക്സഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ.ബി. ചവാൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞതാര്? റൂസോ. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ. ഏറ്റവും വലിയ ധമനി അയോട്ട. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈദ്ര. കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം മധുര. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടി. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചല മെർക്കൽ. പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്? 1341. അറ്റ്ലാന്റിക് സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂൺ. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക്. കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന. രാജാസാൻസി വിമാനത്താവളം എവിടെയാണ്? അമൃത്സർ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ചൊവ്വ. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ. കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അശ്വഘോഷൻ. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി
രുദ്രതാമൻ. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ ആർ. ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീ നാരായണ ഗുരു. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ചിത്രശലഭം. കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണി കൾച്ചർ. ലോക്സഭ ആദ്യമായി സമ്മേളിച്ചതെന്ന്? 1952 മെയ് 13. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആഗ്ര. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികൾ. ജപ്പാനിലെ നാണയം യെൻ. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984 ഡിസംബർ 3. ഐവാൻഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. 1985 ഗ്രീൻ പീസിന്റെ റെയിൽബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. 542 415 സീറ്റുകൾ നേടി. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം 1985. ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? ചെമ്മീൻ. ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർണോബിൽ ഏത് രാജ്യത്തിലാണ്? ഉക്രൈൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെനീസിലെ വ്യാപാരി. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത PT ഉഷ. പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ശാന്തിനികേതൻ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ വോൾസോയങ്ക. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ബുദ്ധൻ ജനിച്ച വർഷം BC 563. മലബാർ കലാപം നടന്ന വർഷം 1921.
ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നൊബേൽ. വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ. ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾ ബെൻസ്. നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണ്? പൂനെ. ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം പേട്ട, തിരുവനന്തപുരം. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ. പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈലാണ്? 1.86. ഉദയസൂര്യന്റെ നാട് ജപ്പാൻ. 1000 തടാകങ്ങളുടെ നാട് ഫിൻലൻഡ്. ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. M.K. മേനോന്റെ തൂലികാനാമം വിലാസിനി. പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ്? മധുര. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. സിംബാബ്വേയുടെ പഴയ പേര് സദേൺ റൊഡേഷ്യ. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. കേരളത്തിലെ ആദ്യ ഗവർണർ രാമകൃഷ്ണ റാവു. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവച്ച വർഷം 1919. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യൻകാളി. ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് മഹാത്മാഗാന്ധി. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി 1957 ഏപ്രിൽ 5. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. UN ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ട വർഷം 1945. ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ C. രാജഗോപാലാചാരി. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ്. ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുട. കോളറയ്ക്ക് കാരണമായ അണു ഏത്? ബാക്ടീരിയ. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ്. ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ആലുവ. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി സേതു ലക്ഷ്മിഭായ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം തലശ്ശേരി. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖാ ജാഥ ആരംഭിച്ച സ്ഥലം തലശ്ശേരി.
ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠർ. ജ്ഞാനപീഠം സ്ഥാപിച്ചത് ശാന്തിപ്രസാദ് ജെയിൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കടാചലം. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായ്. ബെയ്ക്കൽ തടാകം ഏത് രാജ്യത്താണ്? റഷ്യ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അനീമിയ. ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ് ബഹ്റിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം 1885. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡന്റ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഒരു ഗ്രോസ് എത്ര എണ്ണം? 144. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂൺ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? ഷിംല. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. 1 ലിറ്റർ ജലത്തിന്റെ ഭാരം 1000 ഗ്രാം. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ജുഹു ബീച്ച് എവിടെ? മുംബൈ. തംസപ്പ് എന്തു തരം ഉൽപ്പന്നമാണ്? ബിവറേജ്. ഓട്ടിസ് എന്തു തരം ഉൽപ്പന്നമാണ്? ലിഫ്റ്റ്. കാഡ്ബറി എന്തു തരം ഉൽപ്പന്നമാണ്? മിഠായി. വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്ക്. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? US പ്രസിഡന്റ്. ഇന്ത്യയിൽ വർഷത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഗാന്ധിജിയുടെ ജനനം എന്ന്? 1869 ഒക്ടോബർ 2. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്.